ടേണിംഗ് സ്പോട്ട്. പ്രിയപ്പെട്ടവരെ, കേരളത്തിൽ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും മുഖാമുഖം കണ്ടാൽ കടിച്ചു കീറാൻ വെമ്പുന്ന അവസ്ഥയാണല്ലോ ഇപ്പോൾ. എന്നാൽ ഇന്ത്യൻ കോഫി ഹൗസുകളുടെ ചുമരിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഇരു പാർട്ടികളിലെയും മഹാന്മാരായ രണ്ടു നേതാക്കൾ, അതെ, നെഹ്റുവും AKGയും. ആ കോഫി കപ്പിൽ ആറി തണുത്തേക്കാവുന്നതേയുള്ളൂ ഏത് വമ്പൻ പ്രശ്നവും. അതെ, കേരളക്കരയിൽ അങ്ങനെ ഒത്തുചേർന്നിരിക്കാൻ ഇടം നൽകിയ ഇന്ത്യൻ കോഫി ഹൗസ് എന്ന മഹനീയ പ്രസ്ഥാനം ഇന്നിപ്പം 65 വയസ്സിലെത്തി നിൽക്കുന്നു. ഒരു കാലത്ത് രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിൽ നിന്നും ഉയർന്നു വന്ന നേതൃത്വങ്ങളുടെ സംഗമവേദിയായിരുന്നു ഇന്ത്യൻ കോഫി ഹൗസുകൾ. കോഫി ഹൗസുകളുടെ അകത്തളങ്ങളിൽ നിന്നും ജന്മമെടുത്ത സംഘടനകളുടെ സ്ഥാപനങ്ങളുണ്ട്, മഹത്തായ പുസ്തകങ്ങളുണ്ട്, സിനിമകളുണ്ട്, നാടകങ്ങളുണ്ട്. കേരളത്തിൻ്റെ സാംസ്കാരിക കേന്ദ്രം എന്ന് വിശേഷിപ്പിക്കാവുന്ന തൃശ്ശൂരിൽ 1958 ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ കേരളത്തിലെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ആദ്യകാലത്ത് കോഫി, ഓംലെറ്റ്, കട്ട്ലറ്റ് എന്നിവ മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നീടാണ് ചായയും ചപ്പാത്തിയും ചോറും ദോശയും മസാല ദോശയും ഒക്കെ എത്തുന്നത്. കോഫി ഹൗസിലെ സപ്ലയർമാരുടെ വേഷം പഴയ കോഫി ബോർഡിൻ്റെ കോഫി ഹൗസിൽ പ്രവർത്തിച്ചിരുന്ന കാലത്തെ യൂണിഫോം തന്നെയാണ്. പണ്ടൊരു കാലത്ത് കോഫി ഹൗസുകൾ ബുദ്ധിജീവികളുടെ താവളമായിരുന്നുവെങ്കിൽ പിന്നീട് സാംസ്കാരിക കേന്ദ്രങ്ങളായി പ്രവർത്തിച്ച കലാകാരന്മാരുടെയും ചിന്തകരുടെയും എഴുത്തുകാരുടെയും സിനിമാക്കാരുടെയും രാഷ്ട്രീയ പ്രവർത്തകരുടെയും ചർച്ചാവേദികളായി മാറി. ഇനി ഈ കാപ്പി എങ്ങനെ ഇന്ത്യയിലെത്തി എന്നറിയണ്ടേ? 18-ാം നൂറ്റാണ്ട് വരെ വീട്ടുമുറ്റത്തെ ചെടിയായി വളർന്നിരുന്ന കാപ്പിയുടെ അനന്ത സാധ്യതകൾ കണ്ടെത്തിയത് ബ്രിട്ടീഷുകാരായിരുന്നു. 18-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യപാദങ്ങളിൽ ബ്രിട്ടീഷുകാർ തലശ്ശേരിക്കടുത്തുള്ള അഞ്ചരക്കണ്ടിയിലും വയനാട്ടിലും നീലഗിരിയിലും സേലത്തും കാപ്പിത്തോട്ടങ്ങൾ തുടങ്ങി. 19-ാം നൂറ്റാണ്ടോടെ മൈസൂരിൽ നിന്നും മാനന്തവാടിയിൽ നിന്നും ഏക്കർ കണക്കിന് കാപ്പി കൃഷി തുടങ്ങിയിരുന്നു. അത് പിന്നെ കയറ്റുമതി ചെയ്യാനും തുടങ്ങി. 1875 മൈസൂർ സർക്കാരിൽ നിന്നും ചന്ദ്രഗിരി മുഴുവൻ വാങ്ങി ജോളി ബ്രദേഴ്സ് എന്ന സ്ഥാപനം. അവർ വ്യാപകമായി കാപ്പി കൃഷി തുടങ്ങുകയും ചെയ്തു. അങ്ങനെ ഇന്ത്യയിൽ കാപ്പി വൻ വ്യവസായമായി മാറി. എന്നാൽ ഇടക്കാലത്ത് കാപ്പി വ്യവസായം പ്രതിസന്ധിയിലായി. ആ പ്രതിസന്ധി മറികടക്കാനാണ് 1940 ഇന്ത്യ കോഫി മാർക്കറ്റ് എക്സ്റ്റൻഷൻ ബോർഡ് തുടങ്ങിയത്. അന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാപ്പിത്തോട്ടത്തിൻ്റെ ഉടമ, കൺസോളിഡേറ്റഡ് കമ്പനിയുടെ ചെയർമാൻ ഐവർ ബുൾ സാഹിബായിരുന്നു. അദ്ദേഹമാണ് കാപ്പിയുടെ ഉന്നമനത്തിനായി ഇങ്ങനെയൊരു ബോർഡ് രൂപീകരിച്ചത്. തെക്കേ ഇന്ത്യയിലെ കാപ്പിത്തോട്ടങ്ങളുടെ ഉടമകളുടെ സംഘടനയായ ഉപാസിയുടെ അധ്യക്ഷനായിരുന്നു അദ്ദേഹം. നാട്ടിൽ വിളയുന്ന മേൽത്തരം കാപ്പി വാങ്ങി വിൽക്കുക, കെട്ടിക്കിടക്കുന്ന കാപ്പി ചെലവാക്കാൻ വേണ്ടത് ചെയ്യുക, ഇത് രണ്ടുമായിരുന്നു ബോർഡിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഈ സംവിധാനം 1942 ഇന്ത്യൻ കോഫി ബോർഡ് ആയി മാറിയതോടെ കോഫി ഹൗസുകളുടെ പ്രവർത്തനം തുടങ്ങി. അന്ന് ബോർഡിൻ്റെ ഉടമസ്ഥതയിൽ ഇന്ത്യയിലൊട്ടാകെ 50ഓളം കോഫി ഹൗസുകൾ പ്രവർത്തിച്ചിരുന്നു. കോഫി ബോർഡിൻ്റെ ആദ്യ സെക്രട്ടറി ഒരു മലയാളിയായിരുന്നു. അതെ, ആലുവ കീഴ്മാട് സ്വദേശിയായ MJ സൈമൺ. ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള കോഫി ഹൗസുകളിൽ മലയാളികൾക്ക് ജോലി ലഭ്യമായത് ഇദ്ദേഹത്തിൻ്റെ കൂടി ശ്രമഫലമായിരുന്നു. പിന്നീട് സർക്കാർ ഇദ്ദേഹത്തെ റാവു ബഹദൂർ എന്ന സ്ഥാനം നൽകി ആദരിച്ചു. ഒട്ടേറെ പ്രതിഭകളുടെ സാന്നിധ്യവും കൊണ്ടുപിടിച്ച ചർച്ചകളുടെയും ആശയങ്ങളുടെയും സംഗമവേദിയായി ആദ്യ കോഫി ഹൗസ്. ഈ കോഫി ഹൗസ് ഇന്ത്യയിൽ പിറവിയെടുത്തിട്ട് 243 സംവത്സരങ്ങൾ പിന്നിട്ടിരിക്കുന്നു. അതെ, കൽക്കത്തയിൽ 1780 ഇന്ത്യയിലെ പ്രഥമ കോഫി ഹൗസിന് തുടക്കമിട്ടത്. അതിൻ്റെ ചുവട് പിടിച്ച് 1792 മദിരാശിയിലും 17 വർഷത്തിന് ശേഷം 1809 ബാംഗ്ലൂരിലും കോഫി ഹൗസ് തുറക്കപ്പെട്ടു. വിദേശീയർക്ക് മാത്രമായിരുന്നു ആദ്യകാലങ്ങളിൽ കോഫി ഹൗസുകളിൽ പ്രവേശനമുണ്ടായിരുന്നുള്ളൂ. അന്തസ്സിൻ്റെയും അഭിമാനത്തിൻ്റെയും ചിഹ്നങ്ങളായിരുന്നു അന്നൊക്കെ കോഫി ഹൗസുകൾ. അവിടെ മാനസികോല്ലാസത്തിനായി കയ്യിലൊരു കപ്പ് കാപ്പിയും പുസ്തകവും, അല്ലെങ്കിൽ കാപ്പി രുചിച്ചുകൊണ്ട് ക്യാരംസ്, ബില്ലിയാർഡ് എന്നീ ഇൻഡോർ ഗെയിമുകളിൽ ഏർപ്പെടുക. ചുരുക്കി പറഞ്ഞാൽ കോഫി ഹൗസുകൾ വിനോദ കേന്ദ്രങ്ങളായിരുന്നു. ഇന്നത്തെ കഫേകളുടെയോ പബ്ബുകളുടെയോ മുൻഗാമിയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ അത് പിന്നീട് തൊഴിലാളി വർഗത്തെ കൈപിടിച്ചുയർത്താനുള്ള ഒരു പിടിവള്ളിയായി മാറി. 1.5 ദശകത്തിന് ശേഷം കോഫി ഹൗസുകളുടെ കഥയാകെ മാറി. കാപ്പി കൃഷി വളരെ സുഗമമായി നടന്നു. അതിനാൽ
ഇന്ത്യൻ കോഫി ബോർഡും അനുബന്ധ സ്ഥാപനങ്ങളും പൂട്ടിക്കെട്ടാൻ ഗവൺമെൻറ് തീരുമാനിച്ചു. അന്ന് ബോർഡിൻ്റെ കീഴിൽ 43 കോഫി ഹൗസുകളാണ് ഉണ്ടായിരുന്നത്. കൂടെ 3 ഡിപ്പോകളും 4 കോഫി വാനുകളും. അവയിലാകട്ടെ 1000-നോടടുപ്പിച്ച് ജീവനക്കാരും. അവിടെ സംഗീതം, സാഹിത്യം, സിനിമ എന്നുവേണ്ട സകല കലകളുടെയും പേരെടുത്ത പല കുലപതികളുടെയും വികാര കേന്ദ്രമായിരുന്നു കോഫി ഹൗസുകൾ. രവീന്ദ്രനാഥ ടാഗോറും സുഭാഷ് ചന്ദ്രബോസും നിത്യ സന്ദർശകരായിരുന്നു കോഫി ഹൗസുകളിൽ. കാലമേറെ ചെന്നപ്പോൾ മൃണാൾ സെന്നിൻ്റെയും സത്യജിത് റേയുടെയും അമർത്യ സെന്നിൻ്റെയും ഒക്കെ വികാര കേന്ദ്രങ്ങളായി ഈ കഫേകൾ. മാത്രമല്ല നാനാജാതി മേഖലകളിൽ നിന്നുള്ളവരുടെ സ്ഥിരം കേന്ദ്രമായി മാറുക കൂടി ചെയ്തു. കഫേകളിൽ അരങ്ങേറാത്ത സംഗീതമില്ല, അവിടെ വിരിയാത്ത ആശയങ്ങളില്ല. എന്നിട്ടും കോഫി ഹൗസുകൾ അടയ്ക്കാനോ സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറാനോ തത്വത്തിൽ തീരുമാനമായി. കാൾസ്രായി മുറുകെ വരിഞ്ഞുകെട്ടി വിടർന്ന പുഞ്ചിരിയും രാജ്യപ്രൗഢിയാർന്ന തലപ്പാവും ധരിച്ച് അന്നന്നത്തെ അന്നത്തിന് വക തേടിക്കൊണ്ടിരുന്ന സാധാരണക്കാരായ ജോലിക്കാരെ പിരിച്ചുവിടാൻ ബോർഡ് അന്തിമമായി തീരുമാനിച്ചപ്പോൾ രാജ്യത്താകെ 43 കോഫി ഹൗസുകളാണ് ഉണ്ടായിരുന്നത്. ഡൽഹി കേന്ദ്രമായ ഇന്ത്യൻ കോഫി ഹൗസ് പൂട്ടിയതാണ് ഇവിടെ ടേണിംഗ് സ്പോട്ടായി മാറിയത്. വഴിയാധാരമായ തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്നത് അന്ന് ലോകസഭയിലെ പ്രതിപക്ഷ നേതാവായ ആയില്യത്ത് കുറ്റ്യേരി ഗോപാലൻ നമ്പ്യാർ എന്ന സഖാവ് AKG ആയിരുന്നു. അദ്ദേഹം പ്രതിപക്ഷത്തായിരുന്നുവെങ്കിലും പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു AKGയെ പ്രോത്സാഹിപ്പിക്കുകയാണുണ്ടായത്. ആ പിന്തുണയിൽ നിന്നാണ് ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ഇന്ത്യൻ കോഫി ബോർഡ് വർക്കേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് AKG രൂപം നൽകിയത്. പിരിച്ചുവിടപ്പെട്ട തൊഴിലാളികൾക്ക് ബദൽ ജോലി കൊടുക്കുകയോ അല്ലെങ്കിൽ കോഫി ഹൗസുകൾ ഏറ്റെടുക്കാൻ തൊഴിലാളി സഹകരണ സംഘങ്ങൾക്ക് സമയം അനുവദിക്കുകയോ ചെയ്യണമെന്ന് തൊഴിലാളികളുടെ സൊസൈറ്റി കോഫി ബോർഡിനോട് ആവശ്യപ്പെട്ടു. ഇല്ലെങ്കിൽ പിരിച്ചുവിട്ട തൊഴിലാളികളും യൂണിയൻ നേതാക്കളും നിരാഹാര സമരം നടത്തുമെന്നും അറിയിച്ചു. എന്നാൽ സമരത്തിന് മുൻപ് തന്നെ 1957 ഓഗസ്റ്റ് 30 യൂണിയൻ രൂപം കൊണ്ടിരുന്നു. അതോടെ സഹകരണ സംഘങ്ങൾ തുടങ്ങുന്ന കോഫി ഹൗസുകളെ അംഗീകരിക്കാൻ ബോർഡ് തയ്യാറായി. 1957 ആദ്യ കോഫി ബോർഡ് തൊഴിലാളി സഹകരണ സംഘം ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരുന്നു. ഇന്ത്യയിലെ ആദ്യ തൊഴിലാളി കോഫി ഹൗസ് ഇതേ വർഷം ഒക്ടോബറിൽ ഡൽഹിയിൽ തുറക്കുകയും ചെയ്തു. ഡൽഹിയിലും ബാംഗ്ലൂരും പോണ്ടിച്ചേരിയിലും ആരംഭിച്ചതിന് ശേഷമാണ് 1958 ഇന്ത്യ കോഫി ഹൗസ് കേരളത്തിലെത്തിയത്. കോഫി ബോർഡിൻ്റെ കീഴിലുണ്ടായിരുന്ന എറണാകുളത്തെ കോഫി ഹൗസ് ഏറ്റെടുക്കാനായിരുന്നു ശ്രമിച്ചത്. എന്നാൽ സ്ഥല ഉടമ തന്നെ അത് ഏറ്റെടുത്തിരുന്നു. കേരളത്തിൽ ആദ്യം അടച്ച കോഫി ഹൗസ് അങ്ങനെ സ്വകാര്യ വ്യക്തിക്ക് കിട്ടി. അതാണ് ഇന്നത്തെ എറണാകുളത്തെ ബ്രോഡ്വേയിലുള്ള ഭാരത് കോഫി ഹൗസ്. പിന്നീട് തൃശ്ശൂർ സ്വരാജ് റൗണ്ടിലെ പ്രശസ്തമായ പ്രസാധകരായ മംഗളോദയം അതിൻ്റെ കെട്ടിടത്തിൽ 200 രൂപ വാടകയിൽ കേരളത്തിലെ ആദ്യ കോഫി ഹൗസ് 1958 മാർച്ച് 8 AKG തന്നെ ഉദ്ഘാടനം ചെയ്തു. അന്ന് കേരളത്തിൽ മന്ത്രിയായിരുന്ന പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയുടെ ശുപാർശയിലാണ് ഉടമയായ വാസുദേവൻ നമ്പൂതിരിപ്പാട് കെട്ടിടം വിട്ടു നൽകിയത്. ഇന്ത്യയിലെ കോഫി ബോർഡ് വർക്കേഴ്സ് സൊസൈറ്റിക്ക് കീഴിലുള്ള 4ാമത്തേതും കേരളത്തിലെ ആദ്യത്തേതുമായ കോഫി ഹൗസായിരുന്നു തൃശ്ശൂരിൽ തുടങ്ങിയത്. 1958 മാർച്ച് 8 തൃശ്ശൂരിൽ കോഫി ഹൗസ് തുടങ്ങിയപ്പോൾ 13 തൊഴിലാളികൾ ആണ് ഉണ്ടായിരുന്നത്. അന്ന് ഒരു കപ്പ് കാപ്പിയുടെ വില കേവലം 10 പൈസ. ഉദ്ഘാടന ദിവസം 1 മണിക്കൂറാണ് കോഫി ഹൗസ് പ്രവർത്തിച്ചത്. ആദ്യ ദിവസത്തെ വിറ്റുവരവ് 60 രൂപ 99 പൈസ. ആ വർഷത്തെ ലാഭം 210 രൂപ 70 പൈസ. ജോലിക്കാരുടെ ശമ്പളം 65 രൂപ. TK കൃഷ്ണനായിരുന്നു തൃശ്ശൂർ കോഫി ബോർഡ് സഹകരണ തൊഴിലാളി സഹകരണ സംഘത്തിൻ്റെ സ്ഥാപക പ്രസിഡന്റ്. 1958 ഓഗസ്റ്റ് 7 TP രാഘവൻ്റെ അധ്യക്ഷതയിൽ തലശ്ശേരിയിൽ 2ാമത്തെ കോഫി ഹൗസും പ്രവർത്തനം ആരംഭിച്ചു. ആദ്യകാലങ്ങളിൽ ഇന്ത്യ കോഫി ഹൗസ് എന്നറിയപ്പെട്ടിരുന്ന സ്ഥാപനങ്ങളിൽ 1959 ജനുവരി 25 കോഴിക്കോട് സമ്മേളനത്തിന് ശേഷം ഇന്ത്യൻ കോഫി ഹൗസ് എന്ന പേരിലേക്ക് ഐക്യകണ്ഠേന മാറ്റപ്പെടുകയായിരുന്നു. ഇന്ന് നാം കാണുന്ന ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ അക്ഷരവടിവുകൾ ഉടലെടുത്തത് ആ യോഗത്തിൽ വച്ചായിരുന്നു. തൃശ്ശൂരിൽ കോഫി ഹൗസ് തുടങ്ങുമ്പോൾ സഹകരണ സംഘത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നത് 2100 രൂപ മാത്രമാണ്. പിന്നീട് 3 മാസത്തിന് ശേഷമാണ് ആഴ്ച അവധി അനുവദിച്ചത്. 65 രൂപയായിരുന്നു മാസശമ്പളം. തൃശ്ശൂർ സംഘം ആദ്യത്തെ വർഷം തന്നെ ലാഭം നേടി 710 രൂപ 7 പൈസ.
114 ദിവസം കൊണ്ടായിരുന്നു ആ നേട്ടം ഉണ്ടാക്കിയെടുത്തത്. രണ്ടാം വർഷം നഷ്ടമായിരുന്നു. 1959-60 വർഷങ്ങളിൽ 23,000 രൂപ നഷ്ടത്തിലായി. പിന്നീട് സാമ്പത്തിക നില ഭദ്രമാകാൻ 7 വർഷമെടുത്തു. 1960 ജനുവരി 1 സ്വന്തം കാപ്പിപ്പൊടി വിപണിയിലിറക്കിക്കൊണ്ട് തൃശ്ശൂർ കോഫി ഹൗസ് മറ്റൊരു വിജയം നേടി. കാപ്പിയിൽ ചിക്കരി ചേർക്കാതെ അന്നന്ന് കോഫി ഹൗസുകളിൽ പൊടിച്ചെടുക്കുന്ന കാപ്പിപ്പൊടി ഇന്നും കാപ്പി പ്രിയർക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. തൃശ്ശൂർ കോഫി ഹൗസിൻ്റെ 4-ാം നിലയിൽ ഇന്നും കാപ്പിപ്പൊടി നിർമ്മാണ കേന്ദ്രമുണ്ട്. സംഘത്തിൻ്റെ കീഴിലുള്ള എല്ലാ കോഫി ഹൗസുകളിലേക്കും ഇവിടെ നിന്നാണ് കാപ്പിപ്പൊടി അയക്കുന്നത്. 1962 മസാല ദോശ എന്ന വിഭവം കോഫി ഹൗസിൽ എത്തുന്നത്. അക്കാലത്തെ പോറ്റി ഹോട്ടലുകളിലും മറ്റും സർവ്വസാധാരണമായിരുന്ന ഉരുളക്കിഴങ്ങ് ഉടച്ച് മഞ്ഞൾപ്പൊടിയും ഉള്ളിയും ചേർത്ത മഞ്ഞ മസാലയ്ക്ക് പകരം മോഡേൺ വെജിറ്റബിൾസ് എന്നറിയപ്പെടുന്ന ബീറ്റ്റൂട്ടും ബീൻസും ക്യാരറ്റും കൂട്ടി ഒരു ചുവന്ന മസാല ഉണ്ടാക്കിയെടുത്തു. അതിനെ ജനങ്ങൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. ഒരു സർവീസ് എന്ന നിലയ്ക്കും ഒരു ബ്രാൻഡ് എന്ന നിലയ്ക്കും ആധുനികമായ മാനേജ്മെൻറ്റ്, മാർക്കറ്റിംഗ്, കമ്മ്യൂണിക്കേഷൻ, ബ്രാൻഡിംഗ് സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ഇന്ത്യയിലെ മികച്ച ഏതൊരു റെസ്റ്റോറൻറ്റ് ചെയിനോടൊപ്പം നിൽക്കാൻ കരുത്ത് ഇന്ത്യൻ കോഫി ഹൗസിന് ഇന്നുണ്ട്. ഇന്ന് കോഫി ഹൗസ് കേരളത്തിൻ്റെ അഭിമാനമാണ്. കേരളത്തിൻ്റെ തനിമയുള്ള ഒരു ഐക്കണാണ്. മറ്റൊരു സവിശേഷത കൂടി ഇവിടെയുണ്ട്. ഒരു ഇന്ത്യൻ കോഫി ഹൗസിലും മാനേജർ, അക്കൗണ്ടൻറ്റ് തുടങ്ങിയ ഉയർന്ന തസ്തികകളിലേക്ക് നേരിട്ട് തിരഞ്ഞെടുപ്പ് നടത്തിയിട്ടേയില്ല. ആകെ പ്രവേശനം ജനറൽ വർക്കേഴ്സ് എന്ന തസ്തികയിൽ നിന്ന് മാത്രം. അവിടെ നിന്ന് ഒരാൾക്ക് 3 തവണ പ്രമോഷനുള്ള പരീക്ഷയിൽ പങ്കെടുക്കാം. ജയിക്കുന്നവർക്ക് ഉയർന്ന ജോലിയിലേക്ക് കടക്കാം. അല്ലാത്തവർ അവരുടെ തസ്തികകളിൽ സാധാരണ വാർഷിക ശമ്പള വർധനയോടെ ഒതുങ്ങും. പ്രസ്ഥാനത്തിൻ്റെ താഴേക്കിടയിൽ പ്രവർത്തിച്ച് അതിൻ്റെ ചൂടും ചൂരും അറിഞ്ഞവർക്ക് തന്നെ അതേ സ്ഥാപനത്തിൻ്റെ ഉയരങ്ങളിലെത്താൻ അവസരം സൃഷ്ടിക്കുന്ന ഒരു വ്യവസ്ഥിതി ഒരുപക്ഷെ ഇന്ത്യൻ കോഫി ഹൗസിൽ മാത്രമേ കാണുകയുള്ളൂ. ഇന്ത്യൻ കോഫി ഹൗസിൽ ഭക്ഷണപാത്രത്തിന് തൊട്ടടുത്ത് കൊണ്ടുവയ്ക്കുന്ന ഭക്ഷണ ബിൽ, അതോടൊപ്പം ഉപഭോക്താവ് വയ്ക്കുന്ന ടിപ്പ്, അതിലെ പണം കോഫി ഹൗസിലെ അധികമാരും അറിയാത്ത മാതൃകാ കൂട്ടായ്മയുടെ സ്നേഹത്തുടിപ്പുകൾ കൂടിയാണ്. കോഫി ഹൗസിൽ കിട്ടുന്ന ഈ ടിപ്പ് തുക ഒരു സപ്ലയറും സ്വന്തമായി എടുക്കാറില്ല. ആ തുക കോഫി ഹൗസിലെ ഒരു പെട്ടിയിൽ നിക്ഷേപിക്കും. മറ്റ് കോഫി ഹൗസുകളിലെ തുക കൂടി ചേർത്ത് അവ ബാങ്കിൽ നിക്ഷേപിക്കും. ആ ബാങ്ക് നിക്ഷേപത്തിൽ നിന്നാണ് ജോലിയിൽ നിന്ന് വിരമിക്കുന്ന കോഫി ഹൗസ് തൊഴിലാളികൾക്ക് പെൻഷൻ നൽകുന്നത്. കേരളത്തിൽ ഇപ്പോൾ മലബാർ മേഖല, തൃശ്ശൂർ മേഖല എന്നിങ്ങനെ 2 വിഭാഗങ്ങളിലാണ് ഇന്ത്യൻ കോഫി ഹൗസ് സംഘങ്ങൾ പ്രവർത്തിക്കുന്നത്. മലബാറിൽ 25ഓളം ശാഖകളും തൃശ്ശൂർ സംഘത്തിൻ്റെ കീഴിൽ 50ലേറെ ശാഖകളുമാണ് ഇന്നുള്ളത്. തൃശ്ശൂർ തൊഴിലാളി സഹകരണ സംഘമാണ് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ സഹകരണ സംഘം. രാജ്യത്താകെ 10ഓളം സംഘങ്ങളുണ്ട്. ഏത് പച്ചപ്പാതിരാത്രിക്കും ഇന്ത്യൻ കോഫി ഹൗസുകൾ തേടി മലയാളികൾ പോകുന്നത് അതൊരു ശീലമായി മാറിയതുകൊണ്ടാണ്. 66 ആണ്ടിലേക്ക് കടന്നിട്ടും അതിമനോഹരമായ അന്തരീക്ഷവും അതിനേക്കാൾ രുചികരമായ കാപ്പിയും ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്ന് കിട്ടും എന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്താണ്. ഈ ജനപ്രീതിക്ക് കാരണങ്ങൾ ലളിതമാണ്. ഇന്ത്യൻ കോഫി ഹൗസിലെ രുചിയുള്ള കാപ്പിയും അതിനേക്കാൾ രുചിയുള്ള ചൂടൻ വിഭവങ്ങളും. അതെ, 66ാം വർഷവും ഏറെ രുചിയോടെ, അതിലേറെ ചൂടോടെ. ഗുഡ് ബൈ.